നിയമത്തിലെല്ലാം അല്ലെങ്കിൽ മറ്റു മതങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ മറ്റു മതങ്ങളിലെല്ലാം മോക്ഷം പ്രാപിക്കുവാൻ, ദൈവത്തെ പ്രാപിക്കുവാൻ, നിത്യത പ്രാപിക്കുവാൻ ഒരു വഴികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, മാർഗം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ മാർഗത്തിലൂടെ പോയാൽ നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാം. ഈ വഴിയെ പോയാൽ നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാം. അതാണ് വഴി, അതാണ് മാർഗം. ഈ കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാം, ഈശ്വരനെ പ്രാപിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ യേശുക്രിസ്തു ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് യേശുക്രിസ്തു സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് വഴി എന്ന്. മറ്റ് എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും വഴി കാണിച്ചു കൊടുക്കുമ്പോൾ, മാർഗം കാണിച്ചു കൊടുക്കുമ്പോൾ യേശുക്രിസ്തു സ്വയം പ്രഖ്യാപിക്കുകയാണ്, വഴി ഞാനാണ്, ജീവൻ ഞാനാണ് എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകൻ മാത്രമായിട്ട് അവതരിപ്പിക്കുകയും യേശുക്രിസ്തു ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തു ആണെങ്കിൽ, ബൈബിളിലെ യേശുക്രിസ്തു പാട് പീഡകൾ സഹിച്ച് കാൽവരി മലയിൽ 3 ആണിമേൽ കുരിശിത്തറയ്ക്കപ്പെട്ട ആ യേശുക്രിസ്തുവാണ്. മറിയമിൽ നിന്ന് ജനിച്ച, മറിയത്തിന്റെ മകനായിട്ട് ബേത്ലഹേമിൽ ജനിച്ച യേശുവാണ് ദാവാപ്രവർത്തകര് പറയുന്ന യേശുവെങ്കിൽ, ആ യേശു ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മറിയത്തിന്റെ മകനായിട്ട് ജനിച്ച ക്രൈസ്തവർ വിശ്വസിക്കുന്ന യേശുക്രിസ്തു, ഹല്ലേലൂയ, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്തവനാണ് യേശുക്രിസ്തു. എന്നാൽ ഈസാ നബി എന്ന് പറയുന്ന പ്രവാചകൻ മാത്രമായിട്ട് കാണുന്ന ദാവാപ്രവർത്തകരുടെ ഈസാ നബി, ആ ഈസാ നബി കുരിശിൽ മരിച്ചിട്ടില്ല. കുരിശിൽ മരിച്ചിട്ടില്ല. കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് ആ യേശുക്രിസ്തു വേറൊരാളെ തനിക്ക് പകരം പ്രതീക്ഷിച്ചിട്ട് ഒഴിവായി രക്ഷപ്പെട്ടു പോയി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ക്രൈസ്തവർ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവും മുസ്ലിം മതഗ്രന്ഥം പറയുന്ന ഈസാ നബിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഇതിനാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈസാ നബി എന്ന് പറയുന്ന ഖുർആനിൽ പറയുന്ന ആ വ്യക്തി അത് വെറും സങ്കല്പ സൃഷ്ടി മാത്രമാണ്. സങ്കല്പ സൃഷ്ടി മാത്രമാണ്, വെറും മിത്ത് മാത്രമാണ്, വെറും കഥാപാത്രം മാത്രമാണ്. അല്ലാതെ ബൈബിളിൽ കാണുന്ന യേശുക്രിസ്തു അല്ല. ബൈബിളിലെ യേശുക്രിസ്തു എന്ന് പറയുന്നത് അവൻ ദൈവം തന്നെ. ദൈവം മനുഷ്യന്റെ രൂപമെടുത്തതാണ്. മനുഷ്യന്റെ രൂപമെടുത്ത് മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് ബൈബിളിലെ യേശുക്രിസ്തു. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ തന്നെ എന്ന് നിങ്ങൾ അറിയും. ഞാൻ തന്നെ എന്ന് ആവർത്തിക്കുന്നതിലൂടെ യേശുക്രിസ്തു അവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, പഴയ നിയമത്തിൽ മോശയ്ക്ക് വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണ് ഞാൻ ഇന്ന് മനുഷ്യരൂപത്തിൽ വന്നത് എന്ന് യേശുക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യം പത്രോസ് ഇത് പ്രഖ്യാപിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ദൈവാത്മാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തരുന്നെന്ന് പ്രഖ്യാപിക്കുകയും ഈ കാര്യം തൽക്കാലം നീ ആരോടും പറയരുത് എന്ന് കർശന നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ,
അതൊക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നാട്ടുകാർക്ക് പലതും യേശുവിനെ കുറിച്ച് പല അഭിപ്രായവും പറയാൻ കാണും. നാട്ടുകാർക്ക് പല അഭിപ്രായവും പറയാൻ കാണും. അപ്പം കൊടുത്തത് കൊണ്ട് ഷെഫ് ആണെന്ന് പറയും, നല്ല കുക്കാന്ന് പറയും. കാരണം അപ്പം തിന്നാൻ വേണ്ടി യേശുവിന് പുറകെ പോകുന്ന വ്യക്തികളുണ്ട്. അപ്പം തിന്നാൻ വേണ്ടി, സാപ്പാട് അടിക്കാൻ വേണ്ടിയിട്ട് യേശുവിനെ അതിനു വേണ്ടിയിട്ടാണ് ചില ഉപയോഗിക്കുന്നത്, വിളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതെല്ലാം അനുദിന ആഹാരം നടക്കണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം യേശു ആഹാരം കൊടുക്കും. അപ്പൊ യേശു അവർക്ക് എന്നതാണ്, നല്ലൊരു കുക്കാണ്, ഷെഫാണത്. ചിലർക്ക് യേശുവിന്റെ അടുക്കൽ വരുന്നത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ്. രോഗശാന്തി കിട്ടണം, താവയെ സുഖപ്പെടുത്തണേ സുഖപ്പെടുത്തണേ. യേശു രോഗശാന്തി കൊടുക്കും, രോഗശാന്തി കൊടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് നല്ലൊരു വൈദ്യനാണെന്ന് പറയും, നല്ലൊരു ഡോക്ടറാണ്, വൈദ്യനാണെന്ന് പറയും. വേറെ ചിലര് അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, അത്ഭുതങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് യേശുവിനെ അനുഗമിച്ചവരുണ്ട്. അവർക്ക് അത്ഭുതങ്ങൾ, അസാധാരണമായ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ യേശു ഒരു മാന്ത്രിക ജാലക്കാരനെ പോലെ, ഒരു മജീഷ്യനെ പോലെയാണ്. അപ്പൊ നാട്ടുകാര് യേശുവിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയും. നാട്ടുകാർ പറയുന്ന അഭിപ്രായമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. മനസ്സിലായോ? നാട്ടുകാരുടെ അഭിപ്രായമല്ല വേദവാക്യം. യേശുക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് അത് സ്വർഗത്തിൽ നിന്ന് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. ഇവൻ ദൈവപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ സ്വരം യേശു സ്നാനം സ്വീകരിച്ചപ്പോൾ കിട്ടി. ദൈവത്തിന്റെ സ്വരമാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന പുസ്തകമാണ് ഖുർആൻ എന്ന് പറയുന്നത്. യേശുവിന്റെ കുരിശുമരണത്തെ അസന്നിഗ്ധമായി തള്ളിപ്പറയുന്ന ഒരു പുസ്തകമാണ് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം. കാരണം യേശു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കുരിശുമരണത്തിലൂടെയാണ് ലോകത്തിന്റെ മാനവരാശി മുഴുവൻ രക്ഷ പ്രാപിക്കുന്നത്, വിടുതൽ പ്രാപിക്കുന്നത്. മാനവരാശിയുടെ മുഴുവൻ രക്ഷ യേശുവിന്റെ കുരിശുമരണത്തിലൂടെയാണ് സാധ്യമായി മാറിയത്. അപ്പൊ യേശുവിന്റെ രക്ഷാകര പ്രവൃത്തിയെ, യേശുവിന്റെ കുരിശുമരണ പുനരുദ്ധാനത്തെ തള്ളിപ്പറയേണ്ടത് ദാവാപ്രവർത്തകരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഞങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു വന്നു കഴിയുമ്പോൾ പിന്നെ മരിക്കുന്നതോ കുരിശുമരണോ ഒന്നുമില്ല, അപ്രത്യക്ഷമാകുകയാണ് അവരുടെ ഈ സംഗതി. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആദ്യം കേട്ട തിരുവചന ഭാഗം യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങളില് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന ആത്മാവ് അത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവല്ല. യേശുക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. അങ്ങനെ ആത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നല്ല. ദൈവത്തിൽ നിന്നല്ലാത്ത ആത്മാവെല്ലാം തിന്മയിൽ നിന്നുള്ള പൈശാചികമായ ആത്മാവാണ്, ഈവിൾ സ്പിരിറ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സത്യവിശ്വാസികള്, ക്രൈസ്തവര് ഈ വക സത്യങ്ങൾ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മൾ അതാണ് തിരുവചനം വെച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ ഈ കാലഘട്ടത്ത് അനേക യുവതി യുവാക്കന്മാരെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, അവരുടെ മുൻപിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് അറിയാൻ മേലാത്ത പല ക്വസ്റ്റ്യനുകൾ ഇട്ട് തന്ന് നമ്മളെ കൺഫ്യൂഷൻ ആക്കി, നമ്മളെ ഉത്തരം മുട്ടിച്ച് നമ്മളെ വഴിതെറ്റിക്കുന്ന വളരെയധികം ജിഹാദ് പ്രവർത്തനങ്ങൾ ഇന്ന് സർവ്വസാധാരണമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ വളരെയധികം ജാഗ്രത ഉള്ളവരായിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കമാണ് ദൈവം. ദൈവം എന്നുള്ളൊരു വാക്ക്, ദൈവം, നമ്മുടെ എല്ലാവരുടെയും ദൈവം ഒന്നാണ് എന്ന്. ദൈവം എന്നുള്ള പദം അതൊരു കോമൺ വേർഡാണ്, പൊതുവായൊരു പേരാണ്. സർവശക്തനായ ദൈവത്തിന് എല്ലാവരും ഉപയോഗിക്കുന്ന കോമൺ പേരാണ് ദൈവം എന്നുള്ളത്.
എന്നാൽ ഓരോരുത്തരും വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു വ്യക്തിയാണ്, സെപ്പറേറ്റ് വ്യക്തിയാണ്. നമ്മളെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും നമ്മളെല്ലാവരും പറയും നമ്മുടെ എല്ലാവരും ദൈവം ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഒരാളിലാണ്, ഒരു ശക്തിയിലാണ് എന്നൊക്കെ ആണ് പറയുന്നത്. പക്ഷേ എല്ലാ ദൈവങ്ങളും ഒന്നല്ല. മനസ്സിലോ? നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് നമ്മൾ പറയുമ്പോഴും അത് കോമൺ പേരാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവം എന്ന് നമ്മൾ പറയുമ്പോഴും വിളിക്കുമ്പോഴും ആ ദൈവത്തിന് ഒരു പേരുണ്ട്. മനസ്സിലായി? ആ ദൈവത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ദൈവത്തിന് ഒരു വ്യക്തിഗത പേരുണ്ട്. ആ ദൈവത്തിന്റെ, നമ്മുടെ ക്രൈസ്തവരുടെ ദൈവത്തിന്റെ പേരെന്താണ്? യാഹ്വേ. യാഹ്വേ. യാഹ്വേ എന്നാണ് നമ്മുടെ ദൈവത്തിന്റെ പേര്. ഹല്ലേലൂയ. എന്നാൽ മുസ്ലിം സഹോദരങ്ങള് അവര് പറയും ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും അല്ല, ഒന്നാണെന്ന് പറയും. യാഹ്വേയിൽ അവർക്ക് വിശ്വാസമാണ്. എന്നാൽ യാഹ്വേ ആണ് ഞങ്ങളുടെ ദൈവമെന്ന് അവരൊരിക്കലും പറയല. അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മോശയുടെയും എല്ലാം, മൂസായുടെ പ്രവാചകന്റെ ഒക്കെ ദൈവം യാഹ്വേ. ആ യാഹ്വേയിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നൊക്കെ പറയുമ്പോഴും യാഹ്വേ ആണ് ഞങ്ങളുടെ ദൈവം, യാഹ്വേ അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഇവരൊരിക്കലും പറയല. മുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ ദൈവം എന്താണ്? ആരാണ്? അള്ളാഹു എന്നാണ്. അപ്പൊ നമുക്കൊരു ചോദ്യമുണ്ട്. അറബി നാട്ടിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്നത് അള്ളാഹു എന്നുള്ള വാക്കല്ലേ എന്ന് നമ്മൾ പറയാറുണ്ട്. അറബി നാട്ടിലുള്ള എല്ലാവരും ദൈവത്തിന് പറയുന്ന പേര് അള്ളാഹു എന്നാണ് പറയുന്ന പേര്. അറബി നാട്ടിൽ പല മതവിശ്വാസികൾ ഉണ്ട്. അറബി നാട്ടിൽ എല്ലാ മതവിശ്വാസികളും ദൈവത്തിന് പറയുന്ന, ദൈവം എന്ന വാക്കിന്, ദൈവം എന്ന നമ്മുടെ കോമൺ വാക്കിന് ഉപയോഗിക്കുന്ന പേരാണ് എന്താണ്? അള്ളാഹു. ഇപ്പൊ നമ്മള് ഇവിടെ മലയാളത്തിൽ ദൈവം എന്ന് പറയും, ഇംഗ്ലീഷിൽ ദ ഗോഡ് എന്ന് പറയും, ഹിന്ദിയിൽ എന്ന് പറയും ദ പരമേശ്വർ എന്ന് പറയും. ഇതുപോലെ തന്നെ അറബി നാട്ടിലെ അറബി ഭാഷയില് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് ഏത്? അള്ളാഹു. അപ്പോ അറബി നാട്ടിലുള്ള ക്രൈസ്തവര്, ക്രിസ്ത്യാനികൾ അള്ളാഹു എന്ന് പറയുമ്പോഴും അവർ അള്ളാഹു എന്ന് കാണുന്നത് ആരെയാണ്? യാഹ്വേനെയാണ് കാണുന്നത്. യാഹ്വേനെയാണ് കാണുന്നത്. എന്നാൽ അറബി നാട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹു എന്ന് പറയുമ്പോൾ അവർ കാണുന്നത്, അവർ ലക്ഷ്യം വെക്കുന്നത്, അവരാരാധിക്കുന്നത് ഖുറേഷി വർഗത്തിലുള്ള, ഖുറേഷി ഗോത്രത്തിലെ പല ദൈവങ്ങളിൽ ഒരു ദൈവമായ അള്ളാഹുവിനെയാണ്. അള്ളാഹു എന്ന പേരുള്ള, അള്ളാഹു എന്നുള്ള പേരുള്ള ഒരു ഖുറേഷി ദേവനുണ്ട്. ആ ദേവനെയാണ് ഇവർ കടമെടുത്ത് ഇവരുടെ ദൈവമാക്കി മാറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 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 അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയണം. അപ്പോൾ യാഹ്വേയിൽ അവർ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ യാഹ്വേ ഏകദൈവമാണെന്നും യാഹ്വേയാണ് ഞങ്ങളുടെ ദൈവമെന്നും യാഹ്വേ അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നും ഇവര് പറയല, വിശ്വസിക്കുകയില്ല. ഇവര് പറയുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. ലാ ഇല്ല ഇല്ലല്ലാഹ്. ലാ ഇല്ല ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമേ ഇല്ല
എന്നാണ് ഇവർ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ പ്രധാനമായി ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, യേശുക്രിസ്തു ദൈവം തന്നെയാണ്. യേശുക്രിസ്തു ബൈബിളിൽ 600-ലധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ പറയുകയാണ്, ഞാൻ കർത്താവാണ്, ഞാൻ യാഹ്വേയാണ്, ഞാൻ തന്നെയാണ്, ഞാൻ മോശയ്ക്ക് വെളിപ്പെട്ട ആ ദൈവമാണ് എന്ന് അന്ന് മറഞ്ഞിരുന്ന ആ ദൈവമാണ് ഇന്ന് രൂപമെടുത്തു വന്നത് എന്ന് യേശുവിൻ്റെ വാക്കുകളിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ അവിടെയെല്ലാം ഞാനാകുന്നവൻ, ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിലൂടെ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീയ ഇങ്ങനെ പറയുന്നത്, യേശുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. യേശുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പൂജിക്കുവിൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിനെ നമ്മൾ കർത്താവായി കാണണം. യേശുവിനെ ദൈവമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കണം. നമ്മൾ അങ്ങനെ പ്രഖ്യാപിക്കുന്ന വ്യക്തികളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. യേശുവിനെ എൻ്റെ വീട്ടിലെ, നാട്ടിലെ, ഇടവകയില്, എൻ്റെ ജോലി സ്ഥലത്ത് നമ്മൾ വ്യാപരിക്കുന്നിടത്തൊക്കെ യേശുവിനെ പ്രൊക്ലെയിം ചെയ്യണം. നമ്മൾ യേശുവിനെ സാക്ഷ്യപ്പെടുത്തണം. യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ ലജ്ജിക്കരുത്. യേശുവിനെ സാക്ഷികളായി മാറണം. നമ്മൾ യേശുവിനെ കുറിച്ച് പറയണം. നമ്മൾ എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ യേശുവിനെ കൊടുക്കുന്നവരായി നമുക്ക് മാറണം. നമുക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ, 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 ആമേൻ. ഓ ശലബലദിയരെ, കേട്ട കാര്യങ്ങളെ, കേട്ട തിരുവചനങ്ങളെ നമുക്കൊന്ന് ഓർക്കാം. ഇന്ന് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ജപമാല ചൊല്ലുവാനും തോബിത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് 1/4 മണിക്കൂർ നേരം നമുക്ക് നടത്തുവാനും അതിനകത്ത് പങ്കെടുക്കുവാനെല്ലാം നമുക്ക് സാധിച്ചു. തുടർന്ന് നമുക്ക് ഒരല്പസമയം നേരം ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് ദൈവം അവസരമൊരുക്കി. ഇത് കാണുന്ന, കേൾക്കുന്ന, ഭവനങ്ങളിൽ അയക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണ്ണുകളെ അടച്ച് നമുക്കത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.